മീൻ പീര പറ്റിക്കുവാണേ. തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ വെച്ചില്ല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി ഇത്രയും സാധനം വെച്ച് ഒതുക്കിയെടുത്തിട്ട് അതിനകത്ത് ഇനി തേങ്ങയും കൂടെ വെച്ച് ചതച്ചെടുക്കും. തേങ്ങയും കൂടെ വെച്ച് ചതച്ചെടുത്തിട്ട് തേങ്ങ വെച്ച് ചതയ്ക്കുന്ന കല്ല് നോക്കണ്ട കേട്ടോ. കല്ലൊക്കെ 10-40 വർഷമൊക്കെ കഴിഞ്ഞ കല്ലാണ്. അന്നേരം പിന്നെ അതിൻ്റേതായ സൗന്ദര്യമേ കാണും. ഉണ്ടോ തേങ്ങ വെക്കുന്നുണ്ടോ? ഇത് വെക്കുന്നത് ഞാനല്ല കേട്ടാ, എൻ്റെ അനിയത്തിയാണ് അതൊക്കെ ചതയ്ക്കുന്നത്. അതൊക്കെ ചതച്ച് ഒതുക്കിയെടുത്തിട്ട് എന്നിട്ട് ഉണ്ടോ തേങ്ങ ചതയ്ക്കുന്നുണ്ടോ? കല്ല് പറയും, എന്ത് പറയുമെന്നറിയാമോ? ഞാൻ വയസ്സായി, എന്നെ കൊണ്ടുപോയി കൊത്തിക്കെന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഇപ്പം കല്ല് കൊത്താൻ വരുന്ന ആൾക്കാർ വരുന്നില്ല കേട്ടോ. കല്ല് കൊത്താൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാറക്കല്ല് പറക്കി ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് അരച്ച് പൊടിച്ചെടുക്കണം. അന്നേരം പാറക്കല്ല് ഇതിൽ തന്നെ ഇട്ട് പൊടിക്കണം. അന്നേരം കല്ലിന് കൊത്ത് വീഴും. കൊത്തുണ്ടെങ്കിൽ എളുപ്പം നല്ല വൃത്തിക്ക് ചതച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ഇവിടുന്ന് എൻ്റെ കൊച്ചാപ്പ മരിച്ചിട്ട് 3 വെള്ളിയാഴ്ചയായി. അന്നേരം എല്ലാവരും അടക്കിയ പള്ളിയിൽ പോകും. നമ്മുടെ അടുത്ത് പള്ളിയുണ്ട്, പക്ഷെ അവിടെ പോവില്ല. അവിടെ പോയി അടക്കിയ പള്ളിയിലേക്ക് പോയി എല്ലാവരും ദ്വാരന്ന് വരും. കൊച്ചുമക്കളൊക്കെ പോയി. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. ഞാൻ എൻ്റെ നാട്ടിലെ വിശേഷം ഇപ്പം പറയുന്നത് കേട്ടോ. എല്ലാം ഒതുക്കിയെടുത്തേ, ഒതുക്കി ഒരുവിധമായി. അത് നല്ല കാന്താരി പറിച്ചുകൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ഇനി ഇത് ഒതുക്കുന്നതും കൂടെ കാണിക്കട്ടെ. കഴിക്കുന്ന കാണിക്കൂല. കല്ലിലായതുകൊണ്ട് മിക്സിയിൽ കാട്ടി നല്ല. ഞങ്ങളൊക്കെ മിക്കവാറും ഉള്ളതെല്ലാം കല്ലിലാണ് ചതച്ചൊക്കെ എടുക്കൽ. ഇവിടെ ഞങ്ങളുടെ നാട്ടിലോട്ട് അങ്ങനെയാണല്ല, അങ്ങനെ മിക്സി അധികം ഉപയോഗിക്കൂല. വേണ്ട ഒക്കെ അതിനകത്തോട്ട് ഇട്ടു. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കും. വെന്ത് കഴിയുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. കരിയാപ്പില ഇട്ട്, കരിയാപ്പിലയും ഇട്ടിട്ട് കഴുകി എടുക്കും. എന്താ ഇതിലേക്ക് നല്ല മീൻ കഴുകി നല്ല വൃത്തിക്ക് വെച്ചേക്കുന്നുണ്ട്. അത് പിഴിഞ്ഞ് അതിൻ്റെ മേലിലിട്ട് കണ്ട അതിനെ പുരട്ടി അങ്ങനെ വെച്ചിട്ട് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ. ആരും ഒരു കമൻറ്റ് ലൈക്കൊന്നും ആരും തരലില്ല. ഞാൻ വെറുതെ പോസ്റ്റ് ഇടുന്നതല്ലേ. അന്നേരം ഉപ്പും ഇട്ട് ഇളക്കി. ഇനി കൈയിട്ട് ഇളക്കിയതൊന്നും പറയണ്ട, ഇത് കൈയിട്ട് ഇളക്കാനേ പറ്റൂ കേട്ടോ. പറഞ്ഞേക്കാം. നിന്നെ കാണൂല. അവളെ കൈ നല്ല വെളുത്ത കയ്യാണ്, പക്ഷേ ഇപ്പോൾ അത് വീഡിയോ എടുത്തതുകൊണ്ട് കറുത്ത കൈയായി പോയതാ കേട്ടോ. അത് റെഡിയായി. ഇനിയിപ്പം നമ്മളിത് അടുപ്പിൽ കൊണ്ട് വെക്കും. അടുപ്പ് കല്ലിൽ വെക്കും. എന്നിട്ട് അടുപ്പ് കല്ലെന്ന് നമ്മളിവിടെ പറയുന്നത്. അടുപ്പ് കല്ലിൽ വെച്ചിട്ട് ഇതെല്ലാം നല്ല സെറ്റായി കഴിഞ്ഞിട്ട് ഇന്ന് എന്തൊക്കെയാണ് കറി എന്നറിയുന്നത്. കപ്പ, മീൻ മുളകിട്ടത്, പിന്നെ മീൻ മുളകിട്ടത്, എന്നെ കാണിക്കാൻ പറ്റില്ല. വേണ്ട, ഇത് അടുപ്പിലോട്ട് വെച്ച് ഇനി അതവിടെ നിന്ന് പറ്റും. പിന്നെ നമുക്ക് മുളക് കറി അങ്ങനെ റെഡിയാണ്. CD മീനും മുളക് കറിയും. പിന്നെ അതേപോലെ അതിൻ്റെ വെള്ളക്കറി വെച്ചിട്ടുണ്ട്. കടു വറുത്തില്ല.
അത് റെഡിയായി കേട്ടോ, ഇത്രയേ ഉള്ളൂ.